ഹലോ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഓണമൊക്കെ അല്ലേ വരാനായിട്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓണത്തിൻ്റെ ഒരു സീരീസ് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തുനിന്ന് വാങ്ങാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 3 പച്ചക്കായായിട്ട് എടുത്തത്. അപ്പോൾ ഇത് തോല് കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളമാണ് ഇതിലേക്കിടെ. പച്ചക്കായ തോല് പോക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലാണ് ഇട്ടത്. ഇനി ഇത് നന്നായി കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരേ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി വറുത്തെടുക്കണം. അപ്പോൾ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കട്ടോ. അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറേ ചട്ടം കണ്ട് വറുത്തെടുക്കാം. ഇത് അത്യാവശ്യം കനത്തിലാണ് മുറിച്ചത്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഉള്ളിലൊന്ന് വെന്ത് കിട്ടാൻ. ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇത് ഇരുന്ന് കോരി എടുക്കട്ടോ. ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ അകത്തിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കട്ടോ. ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിക്കുക. ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇങ്ങനെ ആവണം കേട്ടോ. ഈ ഒരു നൂൽപ്പരവും ആവണം. എന്നാലുള്ള ശർക്കരയിലേക്ക് ഇത് ഇടാനായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. വറുത്ത് വെച്ച പച്ചക്കായ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടോ. ഇനി ഇതിലേക്ക് ഇത് വറുത്ത് വെച്ച് പച്ചക്കായ ഇടുകയാണ്. കുറച്ച് ചുക്കുപൊടി, ഇതിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കണേ. ഫ്ലെയിം ഓഫ് ചെയ്യാണ്.
നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല കട്ടിയായി പോട്ടോ, പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അപ്പം ഇതൊന്ന് തണിഞ്ഞിട്ട് വേണം ഇനി ബോട്ടിലാക്കി വെക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഓണത്തിൻ്റെ ഓരോ വിഭവങ്ങളായിട്ട് ഓരോ ദിവസവും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.